നമസ്കാരം. ഒരു മനുഷ്യൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഏത് പ്രായത്തിലാണ്? സന്തോഷിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ലല്ലോ. ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്നത്തിലേക്ക് എത്തുമ്പോൾ, ഒരു 40-45 വയസ്സിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രത്യേകമായി ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? നമ്മളെപ്പോഴും സ്ത്രീകളിലെ മിഡ് ലൈഫ് ക്രൈസിസിനെ കുറിച്ചും ആ ഒരു സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. ആ ഒരു പ്രായത്തിൽ ഈ മിഡ് ലൈഫിലെത്തുമ്പോൾ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് പുരുഷന്മാരെ ബാധിക്കാറുണ്ടോ? അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഈ 45 വയസ്സുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു, ജോലി, കുടുംബം, ഈ വക കാര്യത്തിലൊക്കെ സെറ്റിൽഡ് ആയിട്ടും കുറേ പ്രയാസത്തിലേക്ക് പോവുകയാണ്, മാനസികമായിട്ടുള്ള കുറേ വിഷയങ്ങളിലേക്ക് പോവുകയാണ്, സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്, എപ്പോഴും ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ആങ്സൈറ്റിയാണ്. ഇങ്ങനെ വരുമ്പോൾ അതിന് ഉള്ള പ്രത്യേകതകളെയാണ് മിഡ് ലൈഫ് ക്രൈസിസിലായിട്ട് നമ്മൾ പ്രത്യേകമായി പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു കാരണം ഒരുപക്ഷെ ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ തുടരേണ്ടി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ അന്ന് കുറച്ചുകൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ, അന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി സെറ്റിൽഡ് ആയേനെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് കിട്ടിയേനെ എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്തയായിരിക്കാം. ഇനി നല്ല ജോലിയാണെങ്കിൽ പോലും അവരുടെ പാഷൻ അനുസരിച്ചുള്ള ഒരു ജോലി അല്ല ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ഇഷ്ടക്കേടുകളും അവരുടെ ജീവിതത്തെ ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ക്രൈസിസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്, പലതരത്തിലുള്ള ചെലവുകൾ കൂടുകയാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ വരികയാണ്, കടം മേടിക്കേണ്ടി വരികയാണ്, ലോൺ എടുക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ സെറ്റിൽഡ് ആവാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ വീട് വെക്കാനോ വണ്ടി വാങ്ങാനോ ഒക്കെ ആയിട്ട് വലിയ ലോണുകൾ എടുക്കുന്നു. അത് വേണ്ട രീതിയിൽ കരിയറിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ആ ഉദ്ദേശിച്ച ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ആകേണ്ടി വരുന്നു. അതിനെക്കുറിച്ച് ഫാമിലിയോടോ ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറയാനുള്ളൊരു മടി അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സ്വയം അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഈ മിഡ് ലൈഫ് ക്രൈസിസിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ആരോഗ്യ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ. ഈ ഒരു പ്രായത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നു, കൃത്യമായിട്ട് അതിന് മരുന്ന് കഴിക്കാൻ ഉഴപ്പി വിടുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് പലതരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് വരുന്നു. തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പുരുഷന്മാരിലുള്ളത് അറിയാതെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അറിയാതെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, കൃത്യമായി മരുന്ന് കഴിക്കാതെ വരുമ്പോൾ അത് പല രീതിയിലുള്ള ആങ്സൈറ്റിയിലോട്ടും സ്ട്രെസ്സിലോട്ടും ഒക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയില്ലാതിരിക്കുക, ഉറക്കത്തിൽ, ആഹാര കാര്യത്തിൽ, വ്യായാമക്കുറവ്, ഇതൊക്കെ അവരെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് എപ്പോഴും ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയിൽ ആയിട്ട് ബന്ധപ്പെടുന്നവർക്ക് അവരുടെ ഒരു സോഷ്യൽ ലൈഫ് വളരെ കുറവായിരിക്കും. അപ്പോൾ സമൂഹമായിട്ട് ഇടപെട്ട് ജീവിക്കാത്തത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ പല രീതിയിൽ സ്വയം തരണം ചെയ്യേണ്ടി വരികയും ഒരു സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ ഒറ്റപ്പെട്ട പോലെ ജീവിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കുറച്ചുകൂടെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയേനെ, അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും അസ്വസ്ഥതയും വഴക്കും ബഹളവും ഒക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിൽ തരണം ചെയ്യാൻ കഴിയാതെ വരുന്ന പലരും ആ ഒരു സമയത്ത് ഈ രീതിയിലുള്ള ഒരു ക്രൈസിസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആരോഗ്യവും ചുറ്റുപാടുകളെയൊക്കെ കാട്ടിലും വളരെയധികം ഒരാളെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന, സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും രണ്ടുപേർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരേണ്ട പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ ഇടപെട്ട്, മറ്റുള്ളവർ ഇടപെട്ട് വഷളാക്കുകയും പലപ്പോഴും അവിടെ കുറ്റാരോപിതനായി നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എത്തിക്കും. പിന്നീട് ഏത് പ്രായത്തിലും മനുഷ്യന് സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്, അവർക്കത് വേണ്ടതാണ്. അപ്പോൾ അത് കിട്ടാതെ വരുന്നു എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുമ്പോഴും അതും മാനസിക സമ്മർദ്ദത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വഴക്കിനെ കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ സന്തോഷത്തോടെ വന്ന് വീട്ടിലേക്ക് കയറാനുള്ള ഒരു അവസരം ഇല്ലാതെ വരുമ്പോഴും അതും തീർച്ചയായിട്ടും ഒരു വലിയ ക്രൈസിസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, കരിയർ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഉള്ളപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടുംബ പ്രശ്നങ്ങളെ അതിനെ തരണം ചെയ്യാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിക്കുമ്പോഴും ഇതിനുള്ളിലുള്ള അസ്വസ്ഥതകൾ മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന വിദഗ്ധ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനവന് വേണ്ടി കുറച്ചു നേരമെങ്കിലും നമ്മൾ ഒരു ദിവസം മാറ്റിവെക്കുക. അവരവരുടെ ആരോഗ്യം, മാനസികപരമായിട്ടുള്ള ആ ഒരു സന്തോഷം
ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും സ്വന്തത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു സമയത്തെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. 45 എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല, ഒന്നിൻ്റെയും നടുക്കമല്ല, ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു പ്രായം കൂടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം.